Hello friends, ഇന്ന് നമുക്കൊരു ഡബിൾ കളർ മാക്രമേ സ്ലിംഗ് ബാഗ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഒരു കോഡിനെ ഒരു 1.5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കോഡിനെ ഇതുപോലെ ഒരു ഡവലിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് 3mm ട്വിസ്റ്റഡ് കോഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 3.8 മീറ്റർ ലെങ്ത് ഉള്ള 24 കോഡുകളിനെ നമ്മൾ ലാക്സ് ഹെഡ് നോട്ട് വഴി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാക്സ് ഹെഡ് നോട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയണില്ല. സോ ഇതുപോലെ നമ്മൾ ഒരു 7 ഓഫ് വൈറ്റ് കോഡും അതുപോലെ തന്നെ 17 മിൻറ്റ് ഗ്രീൻ കോഡും അറ്റാച്ച് ചെയ്തു. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫസ്റ്റ് 4 ത്രെഡ് എടുക്കുക. അതിനുശേഷം അതിനെ ഒരു സ്ക്വയർ നോട്ട് കൊണ്ട് അറ്റാച്ച് ചെയ്യുക. സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുമ്പം നന്നായി ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് ബാഗിൻ്റെ ലൂസായി കിടന്നാൽ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ഫസ്റ്റ് സ്ക്വയർ നോട്ട് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നെക്സ്റ്റ് 4 ത്രെഡ് എടുത്തതിന് ശേഷം ത്രൂ ഔട്ട് ആ റോ കംപ്ലീറ്റ് ചെയ്യാം. ഈ സ്ക്വയർ നോട്ട് കൊണ്ട് പഠിച്ചാൽ നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ ക്രാഫ്റ്റിനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ബേസിക് നോട്ടായതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് അത്യാവശ്യം എല്ലാ വർക്കും നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴെ ഉള്ള ത്രെഡിനെ നമ്മൾ 2 എണ്ണം ആദ്യത്തെയും അതേപോലെ അവസാനത്തെയും 2 ത്രെഡുകൾ മാറ്റി വയ്ക്കാം. അതിനുശേഷം വീണ്ടും ഫസ്റ്റ് 4 കോഡ് എടുക്കുക, സ്ക്വയർ നോട്ട് അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതെപ്പോഴും ബാഗ് ഉണ്ടാക്കുന്ന സമയത്ത് സ്ക്വയർ നോട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുക. ഏത് ബാഗിനായാലും ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ സെക്കൻഡ് റോയും കഴിഞ്ഞു. ഇനി ആദ്യത്തെ 2 കോഡും അതേപോലെ അവസാനത്തെ 2 കോഡും വീണ്ടും താഴോട്ടേക്ക് ഇടുക. അതിനുശേഷം ഫസ്റ്റ് റോ ചെയ്ത പോലെ തന്നെ 4 കോഡ് എടുത്തിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് ചെയ്യണം. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു 37 റോസ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി 38th റോയിൽ ആദ്യത്തെ 2 ത്രെഡിനെ മാറ്റി വെച്ചിട്ട് വീണ്ടും 4 കോഡ് എടുത്തിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വി ഷേപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയാണ്. ബാഗിൻ്റെ അറ്റത്ത് കാണില്ലേ, ആ ഒരു ഡിസൈന് വേണ്ടിയിട്ട്. അപ്പം ആ റോ കഴിഞ്ഞ ശേഷം പിന്നെ നെക്സ്റ്റിൽ നമ്മൾ 2 ത്രെഡിന് പകരം 4 എണ്ണമാണ് മാറ്റി വയ്ക്കുന്നത്. പിന്നെ വീണ്ടും 4 ത്രെഡ് എടുത്തിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒരു വി ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കോഡ് എടുക്കുക. അതുപോലെ റൈറ്റ് സൈഡിലോട്ടേക്ക് നമ്മൾ ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്ന് പറയുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്യുക. താഴെ വരെ ഒരു സെൻറ്ററിലെത്തുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. ഇതിനെ 2 പോർഷനായി ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വരും. അത് ഫസ്റ്റ് സൈഡ് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ റൈറ്റ് സൈഡും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ ഉള്ള മിഡിലെ 2 ത്രെഡുകളുണ്ടല്ലോ, അതിനെ വെച്ച് ഏതെങ്കിലും ഒരു സൈഡിലോട്ടേക്ക് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുത്തു. ഇപ്പോൾ ഞാൻ ലെഫ്റ്റിലോട്ടാണ് ചെയ്തത്. അപ്പോൾ ആ വി ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബെറി നോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാറ്റേൺ നമ്മളെപ്പോഴും സെൻറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സെൻറ്ററിൽ നമ്മുടെ യൂഷ്വൽ നോട്ടായ സ്ക്വയർ നോട്ട് ഒരു 3 എണ്ണം കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരെണ്ണമായി ഇതുപോലത്തെ ഒരു 3 എണ്ണം കെട്ടിക്കൊടുക്കുക. 3 4 ചെയ്യാം, പക്ഷേ നമുക്ക് 3ൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ഈ ഒരു എൻ്റെ ത്രെഡ് അധികം തിക്നെസ് ഇല്ലാത്തതാണ്. അപ്പം 3 എണ്ണം വെച്ചാൽ മതിയാവും. അപ്പോൾ 3 എണ്ണം കഴിഞ്ഞു. ഇനി ഇതുപോലെ ഒരു നീഡിലെടുത്ത് മിഡിലെ 2 കോഡുകളെ നീഡിനുള്ളിലൂടെ കോർത്ത് ഈ സ്റ്റാർട്ട് ചെയ്തില്ലേ നമ്മൾ സ്ക്വയർ നോട്ട്, അതിൻ്റെ അവിടെയുള്ള സെൻറ്റർ പോർഷനിൽ ഒരു ഹോൾ ഉണ്ടാകും. സെൻറ്ററിലെ ഹോൾ എപ്പോഴും ശ്രദ്ധിക്കണം. സെൻറ്ററിലെ ഹോളിലൂടെ താഴോട്ടേക്ക് വലിച്ചെടുക്കുക. നന്നായി ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആ ഒരു ഷേപ്പ് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ 2 സൈഡും വലിച്ചു കിട്ടി. ഇനി വീണ്ടും ഒരു സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അതവിടെ അഴിഞ്ഞു പോവില്ല. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്താലേ ബെറി നോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ.
ഇതാണ് ഒരു ബെറി നോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മുടെ ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് രണ്ട് സൈഡിലും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഒരു ഭംഗി ഉണ്ടാവും അതിൻ്റെ ഫൈനൽ ലുക്കിൽ. ഈ ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൈ നല്ലോണം അടുപ്പിച്ച് പിടിച്ച് വേണം ചെയ്യാൻ, എന്നാൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡ് എത്തി വീണ്ടും എൻഡിൽ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഫ്രിഞ്ചസ് ഉണ്ടാക്കണം. ഫ്രിഞ്ചസ് ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പമുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസ്കിംഗ് ടേപ്പ് എടുക്കുക. അപ്പോൾ അത്യാവശ്യം വീതിയുള്ള ഈ ഒരു വീതിയിലുള്ള നമുക്ക് ഇനിയിപ്പോൾ ഇതാണ് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്. ഇതുപോലെ സെല്ലോ ടൈപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതിൽ രണ്ട് സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എത്ര ലെങ്ത്തിൽ വേണോ അതുപോലെ വി ഷേപ്പ് ഫോം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണേൽ സ്കെയിൽ അല്ലെങ്കിൽ ടേപ്പൊക്കെ വെച്ച് മെഷർ ചെയ്ത് ചെയ്യാം. പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പം എന്ന് പറയുന്നത് ഇതുപോലെ മാസ്കിംഗ് ടേപ്സ് അങ്ങനെയുള്ള ടേപ്പുകൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊരു തവണ യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് റിമൂവ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെയുള്ള മാഗ്നറ്റിക് ബട്ടൺസ് നമ്മൾ അറ്റാച്ച് ചെയ്യുക. ഒരു മാഗ്നറ്റിക് ബട്ടണിന് ഇതേപോലെ 4 പാർട്ടാണ് ഉണ്ടാവുക. ഇതാണ് ഒരു പാർട്ട്. ആ പാർട്ടിൽ 2 സംഭവം ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു പോർഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ആദ്യം 2 60 സെൻറ്റിമീറ്ററിൻ്റെ കോഡ് എടുക്കുക. അതിനെ ഇതിൻ്റെ താഴെയുള്ള പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ കറക്റ്റ് മിഡിൽ വരുന്ന രീതിയിൽ ഏതാണ്ട് ഫിക്സ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മേലെ അടയ്ക്കുന്ന ഒരു സംഭവമാണത്. അത് വെച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. 2 അറ്റത്തുള്ള പിന്നിന് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് പ്ലെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ സിസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഇങ്ങനെ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അറ്റം എപ്പോഴും ഇതേപോലെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. എന്നാലേ അത് പിരിഞ്ഞു പോകാതിരിക്കുള്ളൂ ആ നൂല്. അപ്പോൾ ഏത് ബ്രൈഡഡ് അല്ലാത്ത നൂലുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ വർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളിതാ ഈ മാഗ്നറ്റിക് ബട്ടണിൻ്റെ ഈ പോർഷൻ ഇവിടെ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ നമുക്ക് എവിടെയാണോ വരേണ്ടത് മിഡിലായിട്ട് തന്നെ വെക്കണം. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏത് അളവിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഹോളിലൂടെ സ്ക്വയർ നോട്ടിൻ്റെ ഇടയിലുള്ള ഹോളിൽ കൂടെ ഈ ത്രെഡുകളെ ജസ്റ്റ് വലിച്ചെടുക്കുക. ഇതുപോലെ 4 കോഡുകളും വലിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞ് കളിക്കും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. ഇങ്ങനെ സംഭവിക്കും. നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം ആ ഭാഗമൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ 4 ത്രെഡും വലിച്ചെടുത്തു. ഇനി ഇതിനെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. 2 or 3 പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. എന്നാലേ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്ര ചെയ്താലും മതി, എന്നിട്ട് ട്രിം ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഒരു നീഡിലോ എന്തെങ്കിലും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ സ്ക്വയർ നോട്ടിൻ്റെ അവിടെ ഉള്ള ഗ്യാപ്പ് കുറച്ചൊന്ന് വലുതാക്കുക. അതിനുശേഷം ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡുകളെ ജസ്റ്റ് വലിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ നീഡിൽ ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെന്നോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലുതാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലൂടെ ഇൻസേർട്ട് ചെയ്ത് 4 ഭാഗവും ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പോർഷൻ ട്രിം ചെയ്തിട്ട് എന്തെങ്കിലും കാണുന്ന പോർഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി ഹുക്കിൻ്റെ നമ്മുടെ മാഗ്നറ്റിക് ബട്ടണിൻ്റെ മേൽഭാഗം കൂടെ ഇതേപോലെ കറക്റ്റ് എവിടെയാണോ വേണ്ടത് അവിടെ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോർഷനും കൂടെ അവിടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നേരത്തെ എടുത്ത പോലെ തന്നെ 2 60 സെൻറ്റിമീറ്ററിൻ്റെ കോഡ് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ നമ്മുടെ ആ ഹോളിലൂടെ ഈ 4 ത്രെഡുകളെയും പുറത്തോട്ടേക്ക് വലിച്ചെടുക്കുക.
ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ഈ ഇവിടെ വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ച് കെട്ടി അത് കാണില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് അതിനെ വീണ്ടും റിവേഴ്സായിട്ട് നമ്മൾ ഉള്ളിലോട്ടേക്ക് തന്നെ അങ്ങനെ തന്നെ വലിച്ചെടുക്കുക. ഉള്ളിലോട്ടേക്ക് തന്നെ അങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഈ പുറം ഭാഗത്തുള്ള ഒരു കാണാതിരിക്കാം. നമ്മളിപ്പോൾ അവിടെ വേറെ ഒന്നും വെക്കുന്നില്ലെങ്കിൽ അവിടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ വലിച്ചെടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നന്നായി ടൈറ്റ് ചെയ്തിട്ട് സ്ക്വയർ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗിൻ്റെ സൈഡ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഇതിനാണ് നമ്മൾ ആദ്യം 1.5 മീറ്റർ ലെങ്ത്തുള്ള ത്രെഡിൽ അറ്റാച്ച് ചെയ്തില്ലേ, ഈ ഒരു കോഡ് വെച്ചാണ് അത് ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ 1 സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാണിക്കുക. കറക്റ്റായിട്ട് എവിടെയാണ് നമുക്ക് വരേണ്ടത് ആ ഹോളിലൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പ്രോസസ്സ് താഴെ വരെ ചെയ്യുക. ഇതിങ്ങനെ 1 by 1 ആയിട്ട് ഓരോ ഹോളിലൂടെ ഇങ്ങനെ കയറ്റി താഴെ വരെ എത്തിക്കുക. ഇത് റിവേഴ്സും വന്നാൽ നല്ല കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് കിട്ടും. ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം ഇത് അധികം വെയിറ്റ് ഒന്നും ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബാഗിന്. അപ്പോൾ കുഴപ്പമില്ല, ഒരു ഫോണൊക്കെ താങ്ങാൻ ഈ ഒരു 1 സൈഡ് മാത്രം ചെയ്താൽ മതിയോ. അതല്ല കുറച്ചുകൂടെ സാധനമൊക്കെ കൊള്ളിക്കണമെങ്കിൽ നമുക്ക് 2 സൈഡ് ചെയ്താലും പിന്നെ ഗ്യാപ്പ് അധികം കാണാതിരിക്കാനും വേണ്ടിയിട്ടും റിവേഴ്സ് പോകുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനി ചെയ്യേണ്ടത് ഈ ത്രെഡിനുണ്ടല്ലോ, ഇതിന് അതേപോലെ തന്നെ നമുക്ക് പുറത്ത് ഇങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, അത് കാണാതിരിക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ഈ അറ്റത്ത് ഒരു ഹോളുണ്ടാകും. ഈ ഹോളിലൂടെ നമ്മൾ ഉള്ളിലോട്ടേക്ക് വലിച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഈ ബാഗിനെ ഒന്ന് മറിച്ചിടുകയാണ്. അപ്പോൾ മറിച്ചിടുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കമൊക്കെ വരുമ്പോൾ ത്രെഡ് വലിയോ ഇതാകുമോ നാശമാകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട, ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഇതിന് തിരിച്ചിട്ടാലും സെയിം പഴയ പോലെ തന്നെ ആവും. അപ്പോൾ ഈ സ്ക്വയർ നോട്ടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് പുള്ളി ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ എൻഡിൽ ഒരു നല്ല നോട്ട് വെച്ച് കറക്റ്റായിട്ട് കെട്ടണം. അല്ലെങ്കിൽ ലൂസായി കഴിഞ്ഞാൽ അത് താഴെ അങ്ങോട്ടേക്ക് തന്നെ പുറകോട്ടേക്ക് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സിമ്പിളായിട്ട് ഒരു 2 or 3 കെട്ടുകൾ നല്ല കെട്ടിക്കൊടുക്കുക. ഇനി ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് ഏതാണ്ട് ഒരു ബാഗിൻ്റെ ഷേപ്പായി കഴിഞ്ഞു. താഴെയും 3 സൈഡും മേൽഭാഗവും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ക്ലോസ് ആയി. ഇനി ഇതിൻ്റെ ഫ്രിഞ്ചസിൻ്റെ പോർഷൻസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിപ്പം ട്വിസ്റ്റഡ് ആയിട്ടുള്ള കോഡായതുകൊണ്ട് ഇതിനെ പിരിച്ചെടുത്തതിന് ശേഷം ഞാൻ കോംബ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ഇതുപോലെ ചെയ്താൽ മതി. നമുക്കിപ്പം ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ചെയ്യുന്ന കുറേ ടെക്നിക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വേണമെന്നില്ല. നമ്മൾ ബിഗിനർ ആകുമ്പം ഈ ഒരു രീതിയിൽ കോംബ് ചെയ്ത് ഒന്ന് നല്ലതായി ചെയ്യാതെ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗിൻ്റെ ഒരു പോർഷൻ. ഇതുപോലെ എന്തെങ്കിലും ടാഗോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ 2 ഹോളുണ്ടല്ലോ അതിൽ നമ്മൾ ജസ്റ്റ് ത്രെഡ് വെച്ച് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ബാക്ക് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ 7 മീറ്റർ ലെങ്ത്തുള്ള 2 കോഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓഫ് വൈറ്റും ഒന്ന് ഗ്രീനും. അതിൻ്റെ ഫസ്റ്റത്തെ പോർഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഉള്ളത് 6 മീറ്ററും വൈറ്റിൻ്റെ പിന്നെ രണ്ടാമത്തത് 1 മീറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ലാസ്റ്റ് സൈഡ് നോട്ട് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അടുത്തത് ഗ്രീന് അതേപോലെ 1 മീറ്റർ ഇതും അതുപോലെ തന്നെ അറ്റത്തുള്ളത് 6 മീറ്ററും വരുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓർഡർ എന്ന് പറയുന്നത് 6-1-1-6 ആ ഒരു ഓർഡറിലായിരിക്കും വരേണ്ടത്. ഇനി നമുക്ക് സ്ക്വയർ നോട്ടാണ് കെട്ടേണ്ടത്. ഈ ഒരു ബാക്ക് സ്ട്രാപ്പിൽ ഞാൻ ആ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടിയ 6 മീറ്ററിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അതിന് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇതുപോലെ കെട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഇത് നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നവർ ഇപ്പോൾ വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റോൾ ചെയ്താൽ അത് വർക്കിനെ സിമ്പിളാക്കും. അപ്പോൾ നമ്മൾ സ്ക്വയർ നോട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലൊരു വേറൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് സൈഡാണോ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യണത് ആ ഒരു പോർഷൻ തന്നെ വെച്ചിട്ട് അതിനെ മാത്രം ഹോൾഡ് ചെയ്ത് പിടിക്കും. ഇപ്പോൾ കൈ മാത്രം മാറ്റിയാൽ മതി. ഇപ്പോൾ ഈ ഗ്രീൻ കളറാണെങ്കിൽ ഞാൻ ഇനി താഴോട്ട് വരെ ചെയ്യുമ്പോൾ ഈ ഗ്രീൻ കളറിനെയാണ് പിന്നെ ഇങ്ങനെ ഉള്ളിലൂടെ വലിക്കുകയും ഇതാക്കുകയും ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും ലെങ്ത്തുള്ള കോഡായതുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്ക് പറയണത്. അപ്പം ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സിമ്പിളായി തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. നിങ്ങൾക്ക് ഇതുപോലുള്ള ടിപ്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ
ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ കുറേ ടിപ്സൊക്കെ ഞാൻ എല്ലാ വെനസ്ഡേയും ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഷോർട്സിലും ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് അതുപോലെ ഒരു 1 മീറ്റർ ലെങ്ത്ത് വരുന്ന രീതിയിൽ ഞാൻ താഴെ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാറ്റേൺ ആയിട്ടുണ്ട്. ഈ ഒരു മിൻറ്റ് ഗ്രീനും ഓഫ് വൈറ്റും നല്ലൊരു കളർ കോമ്പിനേഷനാണ്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളതാണ് ഈ ഒരു കളറിന്. അപ്പോൾ ഇനി ബാഗിൻ്റെ രണ്ടാമത്തെ സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ ലോബ്സ്റ്റർ ഹുക്കിൽ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ ഈ സൈഡും അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ ഒരു വലിയ ഭംഗിയില്ലാത്തതുകൊണ്ട് തന്നെ സെൻറ്ററിൽ 2 കോഡ് എന്ത് ചെയ്യുക, ഒന്ന് ട്രിം ചെയ്തിട്ട് ഗ്ലൂ ചെയ്ത് വെക്കുക. ഗ്ലൂ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും അത് ഗ്ലൂ ചെയ്താൽ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാം. നമ്മൾ ലാക്സ് ഹെഡ് നോട്ട് വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഈ സൈഡും ഫിനിഷ് ചെയ്യണം. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നൊരു സ്റ്റെപ്പായിരുന്നു കേട്ടോ ഇത്. ആദ്യമൊക്കെ എത്ര ചെയ്താലും പെർഫെക്ഷൻ വരില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് സിമ്പിളാവാൻ വേണ്ടിയിട്ട് ഞാനിത് ലൂസായിട്ട് കാണിച്ചിരിക്കുന്നത്. ശരിക്കും ചെയ്യുന്ന സമയത്ത് നമ്മളിത് ക്ലോസ് ആയിട്ടാണ് വെക്കുക. അപ്പോൾ വീഡിയോയിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൂസാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ലൂസായി കിടന്നാൽ നമ്മളതിനെ പിന്നെ പിടിച്ച് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് പിന്നെ ഫസ്റ്റത്തെ ലാക്സ് ഹെഡ് നോട്ട്. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തും ചെയ്യാം. ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്തിൻ്റെ ക്ഷമ ഇതാകലുണ്ടായിരുന്നു. കാരണം ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. എത്ര ആദ്യം നമുക്ക് കിട്ടില്ല. ചില സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവം അങ്ങനെയാണല്ലോ. എനിക്കുണ്ടായിരുന്ന ആ പ്രോബ്ലം. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഇതിൽ എക്സ്പേർട്ട് ആയതൊന്നുമല്ല. ഇതേപോലെ പഠിച്ചപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ ആദ്യം എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം മുമ്പുള്ള വീഡിയോസിനേക്കാളും കുറച്ചുകൂടെ ഞാൻ എടുത്ത രീതികളും ക്യാമറ വെച്ച ആംഗിള് ഒക്കെ പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മുമ്പത്തേയായിട്ട് കമ്പയർ ചെയ്യുമ്പം. ഇത് ഇടാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ഈ ബാഗിന് കുറേ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഈ ബാഗിൻ്റെ വീഡിയോ ഞാൻ ഇട്ടത്. അപ്പോൾ അതുപോലെ എക്സ്ട്രാ വരുന്ന പോർഷൻ ട്രിം ചെയ്ത് കളയാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഉള്ളിലോട്ടേക്ക് എടുത്ത് പുള്ള് ചെയ്ത് വെക്കാം. വേറെ ഒന്നും ചെയ്യേണ്ട. പക്ഷേ ഞാനിവിടെ ഒരു ഗ്യാതറിങ് നോട്ട് കൂടെ കൊടുക്കാതെ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 80 സെൻറ്റിമീറ്ററിൻ്റെ മിൻറ്റ് ഗ്രീൻ കോഡ് എടുത്തു. അതിനൊരു ലൂപ്പ് പോലെ ഫോം ചെയ്തു. ഈ ഒരു നോട്ടിനെ പറയുന്ന പേരാണ് ഗ്യാതറിങ് നോട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരുപാട് തവണ ഈ നോട്ടിനെ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കൈ നല്ല ടൈറ്റായി പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ മാറ്റം വരും. നിങ്ങൾക്ക് ഒരു 2-3 പ്രാവശ്യം ആദ്യം വെറുതെ ട്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ നമുക്ക് ലെങ്ത്ത് ആവശ്യമുണ്ടോ അതുവരെ ഇങ്ങനെ ചെയ്യാം. നമ്മൾ പ്ലാൻ ഹാങ്ങേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു നോട്ടാണ് ഗ്യാതറിങ് നോട്ട്. അതായത് അതിൻ്റെ നമ്മൾ ഹാങ് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് ഈ ഒരു സംഭവം. കാരണം ഇത് ലോക്ക് വരും, ഇത് പിന്നെ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു നോട്ടാണിത്. അപ്പോൾ അത് ഏതാണ്ട് ഫിനിഷായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എൻഡിലെ ലൂപ്പിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിലേക്ക് ഈ ത്രെഡിൻ്റെ ഈ ഒരു എൻഡ് ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, താഴത്തെ ത്രെഡ് ഒരിക്കലും വലിക്കരുത്. ആദ്യം വലിക്കേണ്ടത് മേലത്തെ ത്രെഡായിരിക്കണം. അപ്പോൾ ഈ മേലത്തെ ത്രെഡ് വലിക്കുമ്പോഴാണ് ഉള്ളിൽ അതിനൊരു ലോക്ക് വീഴുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ അത് ഇളകില്ലത്, പിന്നെ നിന്ന് അഴിച്ചെടുക്കണേ തന്നെ ബുദ്ധിമുട്ടാണ്. ഇനി എക്സ്ട്രാ വരുന്ന പോർഷൻസ് ട്രിം ചെയ്ത് കളയുക. അതേപോലെ എന്തെങ്കിലും പുറത്തേക്ക് കാണുന്നുണ്ട് ഇതേപോലെ സിസർ വെച്ചിട്ട് ഉള്ളോട്ടേക്ക് ആക്കി കൊടുത്ത് ജസ്റ്റ് ഗ്ലൂ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. സോ ഈ ഒരു സൈഡിലാക്കി. ഇനിയിപ്പോൾ മറ്റേ സൈഡ് കൂടെ നമുക്ക് ചെയ്താലാണ് ഒരു ഇതാവുക. ഒരു സൈഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ 2 സൈഡിലും ഒരേപോലെ വരുമ്പോഴല്ലേ ഭംഗി. ഇപ്പോൾ ഞാൻ ആ സൈഡിലും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 4 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഗ്യാതറിങ് നോട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതാ നമ്മുടെ ബാഗിൻ്റെ ഇതിലേക്ക് നമ്മളിത് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡീറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ലോബ്സ്റ്റർ ഹുക്കിനെ ഇതിൻ്റെ ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ ഓർഡറൊക്കെ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം.